ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നലെ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ടോപ്പിക്ക് ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഡിസ്കഷനാണ് തുടങ്ങി വെച്ചത്. അതിൽ നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞു പ്രധാനപ്പെട്ട 5 ഏജൻസികളെക്കുറിച്ച്: ഫാമിലി, സ്കൂൾ, കമ്മ്യൂണിറ്റി, സ്റ്റേറ്റ് ആൻഡ് മീഡിയ. അതിൽ നമ്മൾ ഫാമിലി, സ്കൂൾ ഇവ എന്താണെന്നും ഇവ എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന ആ പ്രക്രിയയിൽ ഏജൻസികളായിട്ട് വർത്തിക്കുന്നത് എന്നും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്: കമ്മ്യൂണിറ്റി, സ്റ്റേറ്റ് ആൻഡ് മീഡിയ. First of all, we can discuss about community. The word community is derived from 2 Greek words, com and munis, which means serving together or working together. Serving together or working together. ഒരുമിച്ച് സേവിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന അർത്ഥം വരുന്ന 2 ഗ്രീക്ക് പദങ്ങളായ കോം, മ്യൂണിസ് എന്നീ പദങ്ങളിൽ നിന്നാണ് കമ്മ്യൂണിറ്റി എന്ന വാക്ക് ഉത്ഭവിച്ചത്. അപ്പോൾ അതിൻ്റെ വാക്കുകൾ ഉത്ഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഒരുമിച്ച് ജീവിക്കുന്ന, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന, ഐക്യത്തോടു കൂടി ഒരുമിച്ച് വർത്തിക്കുന്ന ഒരു ഘടകമാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പരിശോധിക്കാം. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ടുഗദർ ഇൻ എ ലൊക്കാലിറ്റി ആൻഡ് ഷെയറിങ് കോമൺ ട്രഡീഷൻസ്, ഫോൾക്ക് വേസ് ആൻഡ് കസ്റ്റംസ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകളാണ്, ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഒരു പ്രദേശം ഉണ്ടാവണം, ഒരുമിച്ച് ജീവിക്കണം ആളുകൾ. മാത്രമല്ല ഷെയറിങ് കോമൺ ട്രഡീഷൻസ്, ഫോൾക്ക് വേസ് ആൻഡ് കസ്റ്റംസ്. കോമൺ ആയിട്ടുള്ള നമ്മുടെ കീഴ്വഴക്കങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടു നടപ്പുകൾ, ആചാരങ്ങൾ, ഇവയൊക്കെ എന്ത് ചെയ്യണം? കോമണായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോഴാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയാം. അപ്പം ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ഒരു ലൊക്കാലിറ്റി താമസിക്കുന്നു. അവർ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രഡീഷൻസും ഫോൾക്ക് വേസും കസ്റ്റംസൊക്കെ എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നു. അതിനെയാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ്: ഇറ്റ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് എ സ്പെസിഫിക് ലൊക്കാലിറ്റി ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. കൃത്യമായ ഒരു ലൊക്കാലിറ്റി ഇല്ലാണ്ട്, ഒരു പ്രദേശമില്ലാതെ, അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകളും ഇല്ലാണ്ട് എന്ത് ചെയ്യുന്നില്ല? കമ്മ്യൂണിറ്റിക്ക് നിലനിൽപ്പില്ല. അപ്പോൾ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണമെന്ന്: സ്പെസിഫിക് ലൊക്കാലിറ്റി വേണം, 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ദ ലൈഫ് ഇൻ എ ഗിവൺ കമ്മ്യൂണിറ്റി ഈസ് സംവാട്ട് കോമൺ ടു ഓൾ ദ മെമ്പേഴ്സ്. ആ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ജീവിതം എന്ന് പറയുന്നത് അതിനകത്തുള്ള എല്ലാ മെമ്പേഴ്സിനും എന്താണ്? കോമണാണ്, പൊതുവാണ്, എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് സ്ഥിരമായിട്ടുള്ളൊരു സാമൂഹ്യ സ്ഥാപനമാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എവരി കമ്മ്യൂണിറ്റി ഹാസ് എ നെയിം ആസ് വെൽ ആസ് മെനി ആസ്പെക്ട്സ് ഓഫ് സിമിലാരിറ്റി. ഓരോ കമ്മ്യൂണിറ്റിക്കും എന്തുണ്ട്? ഒരു പേരുണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? ഒരുപാട് സിമിലാരിറ്റി, സമാനതകളുടെ ഒരുപാട് ഘടകങ്ങൾ ഓരോ കമ്മ്യൂണിറ്റിയിലും ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് എ കോമൺ ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് ട്രഡീഷൻ. പൊതുവായൊരു ഭാഷയുണ്ടാവും, സംസ്കാരം ഉണ്ടാവും, അവരുടേതായ സാംസ്കാരിക പാരമ്പര്യങ്ങളുണ്ടാവും, കീഴ്വഴക്കങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് കമ്മ്യൂണിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്കൂളും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പരിശോധിക്കാം. സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി. ദ സ്കൂൾ ഈസ് ഫോർ ദ കമ്മ്യൂണിറ്റി ആൻഡ് ദ കമ്മ്യൂണിറ്റി ഈസ് ഫോർ ദ സ്കൂൾ. നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സാധനം ഫിലോസഫീൻ്റെ മറ്റ് പേപ്പേഴ്സൊക്കെ പഠിക്കുമൊക്കെ അവിടെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ്?
സ്കൂൾ ടു കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ടു സ്കൂൾ. അതുപോലെ സ്കൂൾ ഈസ് ഫോർ ദ കമ്മ്യൂണിറ്റി ആൻഡ് ദ കമ്മ്യൂണിറ്റി ഈസ് ഫോർ ദ സ്കൂൾ. സ്കൂൾ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ളതാണ്. അതേപോലെ കമ്മ്യൂണിറ്റി എന്തിനു വേണ്ടിയുള്ളതാണ്? സ്കൂളിന് വേണ്ടിയുള്ളത്. എന്ന് എന്താ, രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഒന്നിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കേണ്ടതാണത് സ്കൂളും കമ്മ്യൂണിറ്റിയും. There should be a two-way traffic between the school and the community in utilizing their resources. കമ്മ്യൂണിറ്റിയിലുള്ള റിസോഴ്സസ്, വിഭവങ്ങൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ സ്കൂളിലുള്ള വിഭവങ്ങൾ കമ്മ്യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിയിലുള്ള വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട നെൽവയലുകൾ, മറ്റ് കൃഷിയിടങ്ങൾ, ഫാക്ടറികൾ, മറ്റെന്തൊക്കെയോ ഉണ്ടോ കമ്മ്യൂണിറ്റിയിലുള്ള സംഗതികളൊക്കെ, അതൊക്കെ നമുക്ക് സ്കൂളിലെ കുട്ടികൾക്ക് ഫീൽഡ് ട്രിപ്പിനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പ്രൊജക്റ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. അതുപോലെ സ്കൂളിലുള്ള വിഭവങ്ങളെ സ്കൂൾ ലൈബ്രറി, അതുപോലെ തന്നെ സ്കൂളിലുള്ള മറ്റ് സംവിധാനങ്ങൾ, റിസോഴ്സുകൾ, സ്കൂളിലെ റിസോഴ്സ്, ടീച്ചേഴ്സ്, ഇവരുടെയൊക്കെ സേവനം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇങ്ങോട്ടും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അപ്പോഴേ യാഥാർത്ഥ്യമാവുള്ളൂ സ്കൂളും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. There should be free flow of ideas and free exchange of facilities. ആശയങ്ങളുടെ ഫ്രീ ആയിട്ടുള്ളൊരു ഫ്ലോ വേണം, ഒഴുക്ക് വേണം. അതുപോലത്തെ ഫെസിലിറ്റീസ്, സൗകര്യങ്ങളുടെ ഒരു എക്സ്ചേഞ്ച്, പരസ്പരം ഒരു എക്സ്ചേഞ്ച്, ഫ്രീ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കണം സ്കൂളും കമ്മ്യൂണിറ്റിയും തമ്മിൽ. അപ്പോൾ എപ്പോഴും ആശയവിനിമയ ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സുമായിട്ട്, സ്കൂൾ അധികൃതർ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഫെസിലിറ്റീസ്, സ്കൂളിൻ്റെ ഫെസിലിറ്റീസ് കമ്മ്യൂണിറ്റിക്കും, കമ്മ്യൂണിറ്റിൻ്റെ ഫെസിലിറ്റീസ് സ്കൂളിനും എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. Members of the community engaged in various occasions should be invited to the school to talk about their occupations. ഒരു കമ്മ്യൂണിറ്റിയിലുള്ള വ്യത്യസ്തമായ തൊഴിൽ ചെയ്യുന്നവരുണ്ടാവും. അവരെന്ത് ചെയ്യണം, സ്കൂളിലേക്ക് ക്ഷണിക്കപ്പെടണം, കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ. ടു ടോക്ക് അബൌട്ട് ദെയർ ഓക്കുപ്പേഷൻസ്, അവരുടെ ജോലിയെക്കുറിച്ച്, അവരുടെ ജോലിയുടെ പ്രത്യേകതയെക്കുറിച്ച്, എങ്ങനെയാണ് ആ ജോലി ചെയ്യേണ്ടത്, അതിലുള്ള സ്കില്ലുകൾ, കാര്യങ്ങൾ, നേട്ടങ്ങൾ, അതിൻ്റെ പ്രാധാന്യം ഒക്കെ എന്ത് ചെയ്യണം, കുട്ടികളുമായിട്ട് സംവദിക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് കമ്മ്യൂണിറ്റിയിലുള്ള വ്യത്യസ്ത വൊക്കേഷൻസ് ചെയ്യുന്ന ആളുകളുടെ സേവനം, റിസോഴ്സുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ്. ദ നോളജ് ഓഫ് ദ ടീച്ചർ ഷുഡ് ബെനിഫിറ്റ് ദ വില്ലേജേഴ്സ് ആൾസോ. ഇപ്പോൾ സ്കൂളിൽ അധ്യാപകരുടെ അറിവ് എന്ന് പറയുന്നത് ആ വില്ലേജേഴ്സിനെ, കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ഗ്രാമവാസികൾക്കും എന്താണ്, ബെനഫിഷ്യലായിട്ട് മാറുകയും ചെയ്യും. അപ്പം സ്കൂളിലെ അധ്യാപകരുടെയും റിസോഴ്സ് ടീച്ചേഴ്സിൻ്റെയും ഒക്കെ അറിവുകൾ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും കിട്ടും. അതുപോലെ സമൂഹത്തിലെ വിവിധ റിസോഴ്സുകളുടെ അവരിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ കിട്ടുകയും ചെയ്യും. The school should be developed as a community center or miniature community by making its programs relevant to the life, needs and aspirations of the people. സ്കൂൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നാണ് പറയണത്, കമ്മ്യൂണിറ്റി സെൻറ്ററായിട്ട്, പ്രത്യേക കമ്മ്യൂണിറ്റി, ആ സ്കൂള് സ്ഥിതി ചെയ്യുന്ന ലൊക്കാലിറ്റിയുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു സെൻറ്ററായിട്ട്, ഒരു കേന്ദ്രമായിട്ട് സ്കൂൾ വർത്തിക്കണം. അതാണ് മിനിയേച്ചർ കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈ മേക്കിംഗ് ഇറ്റ്സ് പ്രോഗ്രാംസ് റിലവൻറ്റ് ടു ദ ലൈഫ്, നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ. ആ കമ്മ്യൂണിറ്റി, അതിൻ്റെ പ്രോഗ്രാംസുകൾ, പരിപാടികൾ എന്തായിരിക്കണം, ജനങ്ങളുടെ, കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങളുടെ ജീവിതം, ആവശ്യങ്ങൾ, അതുപോലെ അഭിലാഷങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ആവണം. ദി എഡ്യൂക്കേഷണൽ ഫങ്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റിയുടെ വിദ്യാഭ്യാസപരമായ ധർമ്മങ്ങൾ? ഏറ്റപ്രധാനമാണ് കമ്മ്യൂണിറ്റി സോഷ്യലൈസ് ദ ചൈൽഡ്. കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നു, കുട്ടികളെ സാമൂഹ്യവൽക്കരിക്കുന്നു. പരസ്പരം ഇൻ്ററാക്ഷനിൽ കൂടി, ഇടപെടലുകളിൽ കൂടി, ഈ പറഞ്ഞ മാതിരി കമ്മ്യൂണിറ്റിയും സ്കൂളും തമ്മിലുള്ള ബന്ധങ്ങളിൽ കൂടിയൊക്കെ കൂടുതലായിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, ആളുകളുമായിട്ട് ഇടപഴകാനും അതുപോലെ തന്നെ നല്ല ശീലങ്ങളും മനോഭാവങ്ങളൊക്കെ നേടിയെടുക്കാനും ഒക്കെ കഴിയും. അപ്പം അങ്ങനെ സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ കമ്മ്യൂണിറ്റി ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇറ്റ് ടീച്ചേഴ്സ് ഇറ്റ്സ് മെമ്പേഴ്സ് ഡിസൈറബിൾ ബിഹേവിയറൽ പാറ്റേൺസ് ആൻഡ് വാല്യൂസ്. ആ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആളുകളുടെ ബിഹേവിയറൽ പാറ്റേൺസ്, അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ, അവരുടെ ബിഹേവിയർ, അതിൻ്റെ വിവിധ
പിന്നെ ഘടകങ്ങളിലും അതുപോലെ തന്നെ വാല്യൂസ് മൂല്യങ്ങൾ നേടിയെടുക്കുന്നതിലൊക്കെ എന്ത് ചെയ്യുന്നു വളരെ അഭിലഷണീയമായ രീതിയിൽ എന്തുണ്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇറ്റ് അസസ് the developmental needs of the area and provide appropriate educational facilities. It assesses the developmental needs of the area. ആ ഒരു പ്രദേശത്തിൻ്റെ വികാസപരമായ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുന്നു, അസസ് ചെയ്യുന്നു, കമ്മ്യൂണിറ്റി അസസ് ചെയ്യുന്നു. ആൻഡ് പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസപരമായ സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള എഡ്യൂക്കേഷണലായിട്ടുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്യൂട്ടബിൾ ടു ദ ലൊക്കാലിറ്റി. നമുക്ക് ഓരോ ലൊക്കാലിറ്റിക്കും ആവശ്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ സംസ്കാരം, അവരുടെ തൊഴിൽ രീതികൾ, ഇതൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ലോക്കൽ കരിക്കുലമൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് അങ്ങനെ പല തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു സൊസൈറ്റിക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ലൊക്കാലിറ്റിക്ക് സ്യൂട്ടബിളായ രീതിയിൽ വ്യത്യസ്തമായ ടൈപ്പ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കേണ്ടത്. എക്സർസൈസസ് കൺട്രോൾ ഓവർ ദ എഡ്യൂക്കേഷൻ ബൈ ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, കരിക്കുലം എക്സെട്ര. പിന്നെന്ത് ചെയ്യുന്നു, കമ്മ്യൂണിറ്റി എക്സർസൈസ് കൺട്രോൾ ഓവർ ദ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ട് കമ്മ്യൂണിറ്റിക്ക്, ബൈ ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ദ കരിക്കുലം എക്സെട്ര. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ, രൂപീകരിക്കുന്നതിൽ, അതുപോലെ തന്നെ കരിക്കുലം ഫ്രെയിം ചെയ്യുന്നതിലും. ഇറ്റ് കോർഡിനേറ്റ്സ് ദ എഫേർട്സ് ഓഫ് വേരിയസ് എഡ്യൂക്കേഷണൽ ഏജൻസീസ് ഇൻ ദ ഏരിയ. ഒരു പ്രദേശത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഏജൻസീസ് അവരുടെയൊക്കെ എഫേർട്സുകൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ഏകോപിപ്പിക്കും, കോർഡിനേറ്റ് ചെയ്യും. ആര്? കമ്മ്യൂണിറ്റി. ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള എഡ്യൂക്കേഷണലായിട്ടുള്ള ഏജൻസീസ് അതിൻ്റെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിക്ക് സാധിക്കും. ഇറ്റ് ലേസ് ഡൗൺ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ പീപ്പിൾസ് ഇൻ സ്കൂൾസ്. സ്കൂളിലുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ നിലവാരങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിക്ക് സാധിക്കും. ഇറ്റ് ഗീവ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ കമ്മ്യൂണിറ്റിക്ക് കഴിയും. ആവശ്യമായുള്ള സാമ്പത്തിക സഹായങ്ങൾ, പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇറ്റ് എൻകറേജസ് അതർ ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ ലൈക്ക് ലൈബ്രറീസ്, യൂത്ത് ക്ലബ്സ്, മഹിളാ മണ്ഡൽസ് എക്സെട്ര വിച്ച് കോൺട്രിബ്യൂട്ട് ടു എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് സംഭാവന നൽകുന്ന മറ്റ് ഏജൻസികൾ ഒരുപാടുണ്ട്. ലൈബ്രറികൾ, ഗ്രന്ഥശാലകൾ, വായനശാലകൾ, അതുപോലെ യൂത്ത് ക്ലബ്ബുകൾ, യുവജന ക്ലബ്ബുകൾ, മഹിളാ മണ്ഡൽസ്, മഹിളകളുടേതായിട്ടുള്ള സംഘടനകൾ, ഇവയൊക്കെ എന്ത് ചെയ്യുന്നു, എൻകറേജ് ചെയ്യും കമ്മ്യൂണിറ്റി. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ ഗൈഡൻസ് ആൻഡ് എൻകറേജസ് റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻസ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ. വൊക്കേഷണൽ ഗൈഡൻസ്, തൊഴിൽപരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകും കമ്മ്യൂണിറ്റി. എന്തൊക്കെ തൊഴിലാണ് ആർക്കൊക്കെ അവരുടെ അഭിരുചി അനുസരിച്ചിട്ട് നല്ല എടുക്കാൻ പറ്റും, ആ കമ്മ്യൂണിറ്റിയിലുള്ള ഫെസിലിറ്റീസ് വെച്ചിട്ട് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള വൊക്കേഷണൽ ആയിട്ടുള്ള ഗൈഡൻസ് നൽകാൻ കഴിയും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ വിവിധ ഫീൽഡുകളിൽ പരീക്ഷണങ്ങളും റിസർച്ചും അതുപോലെ ഗവേഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും കമ്മ്യൂണിറ്റിക്ക് സാധിക്കും. ഇതാണ് കമ്മ്യൂണിറ്റി സ്കൂൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കാം. സ്റ്റേറ്റ് ഒരു ഏജൻസി എന്നുള്ള രീതി, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഏജൻസി എന്നുള്ള സ്റ്റേറ്റ്, അതിൻ്റെ പങ്ക്. സ്റ്റേറ്റ് മീൻസ് രാഷ്ട്രം എന്ന പൊളിറ്റിക്സിൽ രാഷ്ട്രം എന്ന് പറയും. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് എന്നുള്ളത് പൊളിറ്റിക്സിൽ പറയുന്നുണ്ട്. അപ്പം ചെറിയൊരു ഡെഫിനിഷൻ മാത്രം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. എ സ്റ്റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സിവിക് പവർ ഓഫ് എ കൺട്രി which has some form of government that is empowered by the legislature to exercise sovereign authority and rule over its territory. ഈ ഒരു നിർവചനത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റിന്, ഒരു രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട അത്യാവശ്യ ഘടകങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം.
സിവിക് പവർ ഓഫ് എ കൺട്രിയാണ്. ഒരു രാജ്യത്തിൻ്റെ എന്താണ് സിവിക് പവറാണ്. ഒരു രാഷ്ട്രത്തെ നിലനിൽക്കണമെങ്കിൽ എന്ന് വേണം അവിടെ ഒരു ഗവൺമെൻറ് വേണം, പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ വേണം. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലെങ്കിൽ ഏകാധിപത്യ പരമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റുകൾ ഉണ്ടാവും, ഓട്ടോക്രാറ്റിക് ഉണ്ടാവും, പലതരത്തിലുണ്ടാവും. പക്ഷെ അതൊക്കെ എന്താണ് ഒരു സിവിക് പവറാണ്, രാഷ്ട്രബോധം ഉണ്ട്. രാഷ്ട്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ശക്തിയാണ് വിച്ച് ഹാസ് സം ഫോം ഓഫ് ഗവൺമെൻറ്. അപ്പോൾ അതിലെന്ത് വേണം, ഒരു തരം ഗവൺമെൻറ് ഉണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു തരത്തിൽ. ഒന്നുകിൽ ഡെമോക്രാറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് ആയിരിക്കും. പലതരത്തിൽ ഗവൺമെൻറ്റുകളുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പൊളിറ്റിക്സൊക്കെ പഠിച്ചവർക്ക് അറിയാമല്ലോ. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഗവൺമെൻറ് ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു സിവിക് പവറാണ്. ദാറ്റ് ഈസ് എംപവേർഡ് ബൈ ദ ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണം എന്ത് ചെയ്യുന്നു, ഈ ഗവൺമെൻറ്റിനെ എംപവർ ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു. ടു എക്സർസൈസ് സോവറിൻ അതോറിറ്റി, രാഷ്ട്രത്തിൻ്റെ സുപ്രീം അതോറിറ്റി, സോവറിൻ പരമാധികാരം, ആ പരമാധികാരം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ലെജിസ്ലേച്ചർ എന്ത് ചെയ്യുന്നു, ആ രാഷ്ട്രത്തെ എംപവർ ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ ലെജിസ്ലേച്ചർ വേണം, എന്നിട്ട് നിയമനിർമ്മാണങ്ങൾ നടത്തണം, സോവറിൻറ്റി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് റൂൾ ഓവർ ഇറ്റ്സ് ടെറിട്ടറി, എന്നിട്ട് അതിൻ്റെ ആ പ്രദേശങ്ങൾ മുഴുവൻ രാഷ്ട്രത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഭരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിലേ ഒരു സ്റ്റേറ്റ് ആവുള്ളൂ, രാഷ്ട്രമാവുള്ളൂ. ഇതൊക്കെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട സിവിക് പവർ ഓഫ് എ കൺട്രിയാണ്. രാഷ്ട്രീയമായ അധികാരമാണ് ഒരു രാജ്യത്തിൻ്റെ. വിച്ച് ഹാസ് സം ഫോം ഓഫ് ഗവൺമെൻറ്. ആ രാഷ്ട്രീയമായ അധികാരത്തിന് എന്ത് വേണം, ഒരു തരം ഗവൺമെൻറ് വേണം. അതെങ്ങനെയായിരിക്കണം ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്? ഇറ്റ് ഷുഡ് ബി എംപവേർഡ് ബൈ ദ ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണത്താൽ അത് എന്ത് ചെയ്യണം, ശക്തിപ്പെടേണ്ടത്, എംപവർ ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? ടു എക്സർസൈസ് സോവറിൻ അതോറിറ്റി, രാഷ്ട്രത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള പരമാധികാരം, സോവറിൻറ്റിയുടെ പരമാധികാരം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി. ആൻഡ് റൂൾ ഓവർ ഇറ്റ്സ് ടെറിട്ടറി, എന്നിട്ട് ആ രാജ്യത്തിൻ്റെ പ്രദേശങ്ങൾ ഭരിക്കുവാൻ വേണ്ടി. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ഇപ്പോൾ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി അത് സ്റ്റേറ്റിൻ്റെ എഡ്യൂക്കേഷണൽ ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. എഡ്യൂക്കേഷണൽ ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്. ഒന്നാമത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്കൂൾസ്. ആ രാഷ്ട്രത്തിനകത്ത് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതാണ്, സ്കൂളുകളും കോളേജുകളൊക്കെ സ്ഥാപിക്കുക എന്നതാണ്. രണ്ട്, മേക്കിംഗ് പ്രൈമറി എഡ്യൂക്കേഷൻ കമ്പൽസറി. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കുക. നമുക്കറിയാമല്ലോ, യൂണിവേഴ്സൽ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനൊക്കെയാണ് ഇപ്പം നമുക്ക് RT ആക്ടോട് കൂടിയൊക്കെ വന്നത്. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. മേക്കിംഗ് പ്രൈമറി എഡ്യൂക്കേഷൻ കമ്പൽസറി. നെക്സ്റ്റ്, പ്രൊവൈഡിങ് ഫിനാൻസ് ഫോർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനുള്ള സാമ്പത്തികം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബഡ്ജറ്റിൽ വിദ്യാഭ്യാസത്തിന് ഒരു നല്ലൊരു സംഖ്യ നീക്കി വയ്ക്കും. കാരണം നമ്മുടെ ഇന്ത്യയിലും പിന്നെ മറ്റു പല രാജ്യങ്ങളിലൊക്കെ ഇപ്പം ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ധാരാളം ഫണ്ട് നീക്കി വെക്കും. ഡെവലപ്പിംഗ് കൺട്രീസിൽ അത്രയില്ലെങ്കിലും കുറേ ഉണ്ടാവും, പക്ഷേ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏത് രാഷ്ട്രം എന്ത് ചെയ്യണം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഫിനാൻസ് മാറ്റി വയ്ക്കണം. പ്രിസ്ക്രൈബിങ് എയിംസ് ആൻഡ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യണം, പ്രിസ്ക്രൈബ് ചെയ്യണം. അത് ഷോർട്ട് ടേം ആയിട്ട് ലോങ് ടേം ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ, എയിംസും ഗോൾസും എന്ത് ചെയ്യണം, പ്രിസ്ക്രൈബ് ചെയ്യണം സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെയായിരിക്കണം വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കേണ്ടത്. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികളിലുണ്ടാവേണ്ട മാറ്റങ്ങൾ എന്താണ് നേട്ടമുണ്ടാവേണ്ടത്, ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് എന്ത് നേട്ടമുണ്ടാവണം, അങ്ങനെ ഓരോ മേഖലയിലും എന്തായിരിക്കണം എയിംസ് ആൻഡ് ഗോൾസ് എന്നുള്ളത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രമാണ്. അതുപോലെ പ്രിസ്ക്രൈബിങ് കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്സ്. പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുക ഇന്ന രീതിയിലായിരിക്കണം. അപ്പോൾ വർക്ക്ഷോപ്പുകളൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ NCERT ഒക്കെ ഉണ്ടല്ലോ, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അങ്ങനെയുള്ള ഉന്നത ഗവേഷണ സ്ഥാപനങ്ങളിൽ അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കരിക്കുലം ടെക്സ്റ്റ് ബുക്കും എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. അത് സർക്കാരിൻ്റെ നിയമനിർമ്മാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രിസ്ക്രൈബിങ് കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്സ്. അതുപോലെ കൺട്രോൾ ആൻഡ് ഗൈഡൻസ്. നിയന്ത്രണം വേണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേലുള്ള നിയന്ത്രണം.
അതുപോലെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ആൻഡ് ഗൈഡൻസ്, എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്നുള്ളത്. അതുപോലെ പ്രൊവൈഡിങ് ടീച്ചേഴ്സ്, അധ്യാപകരെ പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഓരോ സ്കൂളിലായാലും കോളേജിലായാലും ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ആവശ്യമായ അധ്യാപകരെ തിരഞ്ഞെടുക്കുക, അതിന് ഉള്ള ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അതിന് കഴിവുള്ള കോമ്പിറ്റൻ്റായുള്ള അധ്യാപകരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതും സ്റ്റേറ്റിൻ്റെ കടമയാണ്. അതുപോലെ മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ്സ്, നിലവാരം കാത്തു സൂക്ഷിക്കുക, വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം, ഗുണനിലവാരം, സ്റ്റാൻഡേർഡ് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താണ് ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനൊക്കെ അസസ് ചെയ്യാനുള്ള ചില ടൂളൊക്കെ ഉണ്ടാക്കിയിട്ട് വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പോയിട്ട് അധ്യാപകരിൽ നിന്നും കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഇപ്പോഴുള്ള പോരായ്മകൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ട് അത് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സജഷൻസ് കൊടുത്തിട്ട് അങ്ങനെ അത് നടപ്പാക്കി വരുമ്പോൾ മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ്സ്, നിലവാരം എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ട്രെയിനിങ് ഇൻ സിറ്റിസൺഷിപ്പ്, പൗരബോധം ഉള്ള ഒരു ജനതയാണല്ലോ രാഷ്ട്രത്തിന് ആവശ്യം. അപ്പോൾ അതിനുള്ള പരിശീലനങ്ങൾ നൽകുക എന്നുള്ളത് രാഷ്ട്രത്തിൻ്റെ കടമയാണ്. ട്രെയിനിങ് ഇൻ സിറ്റിസൺഷിപ്പ്. അതുപോലെ കണ്ടക്ടിങ് എഡ്യൂക്കേഷണൽ റിസർച്ച്, വിദ്യാഭ്യാസപരമായ ഗവേഷണങ്ങൾ നടത്തുക എന്നുള്ളത്. വിദ്യാഭ്യാസപരമായ ഗവേഷണങ്ങൾ, ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് പുതിയ പുതിയ കരിക്കുലമൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ നമ്മൾ കരിക്കുലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് എന്തുകൊണ്ടാണ്? ഓരോ കരിക്കുലത്തിലെ പോരായ്മകൾ, പ്രശ്നങ്ങൾ, ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ വേണം, ഇങ്ങനെ നിരന്തര ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ. അപ്പോൾ അത്തരം ഗവേഷണങ്ങളൊക്കെ നടത്തിയ രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനങ്ങളാണ് അത് നടത്തുക എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. നമുക്കിനി എഡ്യൂക്കേഷനും ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷേമരാഷ്ട്രം എന്നുള്ള സങ്കല്പമാണ്. ക്ഷേമരാഷ്ട്രം, അപ്പം വിദ്യാഭ്യാസവും ഒരു ക്ഷേമരാഷ്ട്രവും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം? ഒരു ക്ഷേമരാഷ്ട്രത്തിൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയൊക്കെ വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ടാണ് മുമ്പൊക്കെ പരിഗണിക്കപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഒക്കെ നമ്മൾ നയങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും വെൽഫെയർ സ്റ്റേറ്റിൽ എഡ്യൂക്കേഷൻ്റെ ധർമ്മം എന്തായിരിക്കണം? എഡ്യൂക്കേഷൻ ഇൻ എ വെൽഫെയർ സ്റ്റേറ്റ് മസ്റ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വലിസം ആൻഡ് കളക്ടിവിസം. ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം ഇറ്റ് മസ്റ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വലിസം ആൻഡ് കളക്ടിവിസം. ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ, അതുപോലെ മൊത്തത്തിലുള്ള സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ, ഇതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അപ്പോൾ എല്ലാവരുടെയും വെൽഫെയറിന് വേണ്ടി, സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും പൗരൻ്റെയും അതുപോലെ തന്നെ കളക്റ്റീവായിട്ട് സമൂഹത്തിൻ്റെ മൊത്തവും വെൽഫെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആയിരിക്കണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം വെൽഫെയർ സ്റ്റേറ്റിൽ രാഷ്ട്രം നടത്തേണ്ടത്. ദ സ്റ്റേറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു എയിം അറ്റ് ദ വെൽഫെയർ ഓഫ് ദ സിറ്റിസൺസ് ആൻഡ് ഹാൻസ് ഇറ്റ് ബിക്കംസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു മേക്ക് പ്രൊവിഷൻസ് ഫോർ ദ ബെസ്റ്റ് പോസിബിൾ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ. സ്റ്റേറ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു എയിം അറ്റ് ദ വെൽഫെയർ ഓഫ് ദ സിറ്റിസൺസ്. അതിലെ പൗരന്മാരുടെ ക്ഷേമമാണ് സ്റ്റേറ്റ് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇറ്റ് ബിക്കംസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു മേക്ക് പ്രൊവിഷൻസ് ഫോർ ദ ബെസ്റ്റ് പോസിബിൾ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഏറ്റവും നല്ല തരം വിദ്യാഭ്യാസങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ എല്ലാ പൗരന്മാരുടെയും ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസ രീതി നടപ്പാക്കൽ ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ ഒരു രാഷ്ട്രത്തിൻ്റെ കടമയാണ്. The state should retain some control over education in order to ensure the realization of goals anticipated. സ്റ്റേറ്റ് എന്ത് ചെയ്യണം? എഡ്യൂക്കേഷൻ്റെ മുകളിൽ ചില കൺട്രോളുകൾ വെക്കണം, ചില നിയന്ത്രണങ്ങൾ വെക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെ ഗോൾസാണ്, ലക്ഷ്യങ്ങളാണ് വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കേണ്ടത്. ദൂരവ്യാപകമായിട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരുപാട് ഗോൾസ് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ഗോൾസ് റിയലൈസ് ചെയ്യാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ചില കൺട്രോളുകൾ എഡ്യൂക്കേഷൻ്റെ മുകളിൽ സ്റ്റേറ്റിൽ ഉണ്ടാവണം. അപ്പോൾ ആ ഗോൾസ് നേടിയെടുക്കുന്നതിൽ നിന്നും വ്യതിചലിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഇടപെടണം. സ്റ്റേറ്റ് കൺട്രോൾ ഷുഡ് ബി അക്കമ്പനിഡ് ബൈ സ്റ്റേറ്റ് അസിസ്റ്റൻസ് ആൾസോ. സ്റ്റേറ്റിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ അസിസ്റ്റൻസും അതിൻ്റെ കൂടെ അസിസ്റ്റൻസ് കൂടെ വേണം. അതായത് സ്റ്റേറ്റ് സഹായിക്കുകയും വേണം. കൺട്രോൾ മാത്രം പോരാ, ഇറ്റ് ഈസ് അക്കമ്പനിഡ് ബൈ സ്റ്റേറ്റ് അസിസ്റ്റൻസ് ആൾസോ. സ്റ്റേറ്റിൻ്റെ രാഷ്ട്രത്തിൻ്റേതായ സഹായങ്ങൾ വേണം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു ഡിറ്റർമിൻ പ്രോപ്പർ സിലബി ആൻഡ് പ്രൊവൈഡ് ഗുഡ് ടെക്സ്റ്റ് ബുക്സ് ഫോർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്
ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് എ വ്യൂ ടു പ്രിസ്ക്രൈബ് ആൻഡ് മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്സ്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടി നിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണം, അതിനനുസൃതമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, സിലബസ് ഒക്കെ തയ്യാറാക്കണം. അത് സംസ്ഥാനങ്ങൾക്കൊക്കെ അതിന് വേണം പിന്നെ അത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, സിലബസൊക്കെ തയ്യാറാക്കി നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസം നൽകാൻ സ്റ്റേറ്റുകളെയൊക്കെ എന്ത് ചെയ്യണം, പ്രേരിപ്പിക്കണം. എല്ലാ സ്റ്റേറ്റിനകത്തുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതെന്ത് ചെയ്യണം, അത് പ്രേരിപ്പിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് മീഡിയയെക്കുറിച്ച് സംസാരിക്കാം. ഇൻ മോഡേൺ ഏജ് മാസ് മീഡിയ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ സോഷ്യൽ ചേഞ്ച്. ഈ ആധുനിക കാലഘട്ടത്തിൽ മാസ് മീഡിയ നമുക്കറിയാം, അതൊന്നും ഇപ്പം ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട, നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു വലിയ റോളാണ് സാമൂഹ്യ മാറ്റത്തിൽ മാസ് മീഡിയ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് ഈസ് വെരി എസെൻഷ്യൽ ഇൻ ദ ഔട്ട്ലുക്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ. ഒരു സമൂഹത്തിലെ സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടായി വരണമെങ്കിൽ, കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം സമൂഹത്തിൽ, അല്ലേ? ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ, മനോഭാവങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി വരണം. ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ ചേഞ്ച് വളരെ ആവശ്യമാണ്. അപ്പോൾ എന്നും ഒരേ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയല്ല. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ചിലപ്പം വിശ്വാസങ്ങളിൽ നമ്മളെ ചിലപ്പോൾ ആചാരങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ മാറേണ്ടി വരും. അപ്പോഴേ സമൂഹം പുരോഗമനാത്മകമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ഓൺലി പോസിബിൾ ഇഫ് ടൈംലി അവെയർനെസ് ആൻഡ് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഈസ് പ്രൊവൈഡഡ്. അത് എങ്ങനെ സാധ്യമാവുക? അതെപ്പോഴാണ് സാധ്യമാവുക? നല്ല എഡ്യൂക്കേഷൻ ആ സമൂഹത്തിലുള്ള അംഗങ്ങൾക്ക് കൊടുക്കുമ്പോഴാണ്. അതുപോലെ നല്ല അവെയർനെസ്, നല്ല ബോധവൽക്കരണം. അപ്പോൾ നല്ല ബോധവൽക്കരണവും അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേഷൻ സമൂഹത്തിലുള്ള അംഗങ്ങൾക്ക് കിട്ടണം. അവിടെയാണ് മാസ് മീഡിയയുടെ പ്രസക്തി എന്ന് പറയുന്നത്. മാസ് മീഡിയ ക്യാൻ ഡു ദിസ് ജോബ് വെരി ആപ്റ്റ്ലി, വളരെ കറക്റ്റായിട്ട്, വളരെ കൃത്യമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് കഴിയും. ബിസൈഡ്സ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ടു ദ പീപ്പിൾ, ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് സ്പേസ് ഫോർ സോഷ്യൽ ചേഞ്ച്. ജനങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ കൊടുക്കുന്നതിന് വാർത്തകളായിട്ട്, പലതരം വാർത്തകൾ, അതുപോലെ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, അതുപോലെ എൻ്റർടൈൻമെൻറ്റ് നൽകുന്നുണ്ട്, ഒരുപാട് വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്, അല്ലേ? ഒക്കെ ഉണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇറ്റ് ആൾസോ പ്രൊവൈഡ് സ്പേസ് ഫോർ സോഷ്യൽ ചേഞ്ച്. ഒരു സമൂഹത്തിൽ എങ്ങനെ മാറണം, ഒരു സാമൂഹ്യ മാറ്റത്തിന് എങ്ങനെ നമ്മൾ തയ്യാറാവണം, അതിനുള്ള ഒരു സ്പേസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാസ് മീഡിയയിൽ ഉണ്ട്. അപ്പം സോഷ്യൽ ചേഞ്ചിന് മനുഷ്യരെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് എന്തുണ്ട് മാസ് മീഡിയക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇൻ ദ പാത്ത് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് ടെക്നിക്കൽ സെക്ടേഴ്സ്, പീപ്പിൾ ഹാവ് ടു എൻകൗണ്ടർ മെനി ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. സാമൂഹികവും സാമ്പത്തികവും അതുപോലെ ടെക്നിക്കൽ സാങ്കേതികവുമായിട്ടുള്ള സെക്ടറുകളിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ ആളുകൾക്ക് ഒരുപാട് വെല്ലുവിളികളും സന്ദർഭങ്ങളും എന്ത് ചെയ്യേണ്ടത് എൻകൗണ്ടർ ചെയ്യുന്നത്, മറികടക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് വെല്ലുവിളികളും ഒക്കെ അതിജീവിച്ചിട്ട് വേണം ഈ മാറ്റങ്ങൾക്ക്, അതായത് സാമൂഹികവും സാമ്പത്തികവും അതുപോലെ തന്നെ ടെക്നിക്കലുമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവാൻ. അവിടെയാണ് മാസ് മീഡിയയുടെ പ്രസക്തി എന്ന് പറയുന്നത്. മാസ് മീഡിയ പ്രൊവൈഡ് ദം പ്രോപ്പർ എഡ്യൂക്കേഷൻ വിത്ത് റൈറ്റ് ഇൻഫർമേഷൻ ആറ്റ് റൈറ്റ് ടൈം. ഉചിതമായ സമയത്ത് റൈറ്റ് ടൈമിൽ റൈറ്റ് ഇൻഫർമേഷൻ, ഉചിതമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, മാസ് മീഡിയ ജനങ്ങൾക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ആവശ്യമായിട്ടുള്ള അറിവുകൾ, ഇൻഫർമേഷൻ ആവശ്യമായ സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഈ മാസ് മീഡിയ ജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ള. അതർ റോൾസ് ഓഫ് മാസ് മീഡിയ, പിന്നെ എന്തൊക്കെയാണ് മാസ് മീഡിയയുടെ റോൾസ്? ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ അഡൽട്ട് എഡ്യൂക്കേഷൻ, ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അഗ്രികൾച്ചർ ആൻഡ് ഫാമിലി പ്ലാനിങ്. നമുക്കറിയാലോ, അഡൽട്ട് എഡ്യൂക്കേഷൻ, വയോജന വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസ പ്രക്രിയയിലൊക്കെ മാസ് മീഡിയ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്.
ഒരുപാട് ചാനലുകൾ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, വികസനവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതുപോലെ അഗ്രികൾച്ചർ, കൃഷി ആൻഡ് ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണം, ഇതിനൊക്കെ മാസ് മീഡിയ വളരെ വൈഡായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട്. If mass media are integrated with the total system of education, they can help in streamlining work in the fields of primary education, adult education and continuing education. മാസ് മീഡിയ നമ്മൾ ഈ എഡ്യൂക്കേഷൻ്റെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ടോട്ടൽ സിസ്റ്റമായിട്ട് ഉത്ഘടിതമാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു നല്ലൊരു സ്ട്രീം ലൈനിങ് വർക്ക് നടത്താൻ വേണ്ടിയിട്ട് കഴിയും. പ്രൈമറി എഡ്യൂക്കേഷന്, അത് പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ വയോജന വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ തന്നെ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ, തുടർ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നല്ല ഒരു എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ട്രീം ലൈൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ മാസ് മീഡിയ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ ടോട്ടൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. മൊത്തത്തിലുള്ള നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്ത് ചെയ്യണം? മാസ് മീഡിയയെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. അങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ, പ്രാഥമിക വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാസ് മീഡിയയ്ക്ക് കഴിയും. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, കളർ, ജിയോഗ്രഫിക്കൽ, സോഷ്യോളജിക്കൽ, ഇക്കണോമിക്കൽ ഡൈവേഴ്സിറ്റീസ്, മാസ് മീഡിയ പ്രൂവ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് മീൻസ് ഫോർ ദ എഡ്യൂക്കേഷൻ ടു ആൾ. വളരെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ജാതി, അതുപോലെ തന്നെ വ്യത്യസ്ത നിറം, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, അതുപോലെ സാമൂഹിക ശാസ്ത്രപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഡൈവേഴ്സിറ്റി ഉള്ളവർ, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഡൈവേഴ്സിറ്റി ഉള്ളവർ, ഇവരൊക്കെ ഉണ്ട് രാജ്യത്ത്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയും വ്യത്യസ്ത ഡൈവേഴ്സിറ്റിയുള്ള ഗ്രൂപ്പുകളുള്ള രാജ്യം വേറെ ഉണ്ടാവില്ല. അപ്പം മാസ് മീഡിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാസ് മീഡിയക്ക് ഇവരൊക്കെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇവരെല്ലാവരും മാസ് മീഡിയ ഉപയോഗിക്കുന്നവരാണ്, മാസ് മീഡിയയുടെ ഉപഭോക്താക്കളാണ്. അപ്പം അവർക്കൊക്കെ എന്താണ്? കാസ്റ്റ്, കളറ്, ജിയോഗ്രഫിക്കൽ, സോഷ്യോളജിക്കൽ ഓർ എക്കണോമിക്കൽ ഡൈവേഴ്സിറ്റീസ് ഒക്കെ അതിനൊക്കെ അതീതമായിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മാസ് മീഡിയയ്ക്ക് ജനങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. പീപ്പിൾ ഗെറ്റ് ഗ്രേറ്റ് ഡീൽ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ വൈഡ് സ്പ്രെഡ് മാസ് മീഡിയ സച്ച് ആസ് ന്യൂസ് പേപ്പർ, TV, റേഡിയോ, മാഗസിൻസ്, ജേർണൽസ്, ഫിലിംസ് ആൻഡ് ഇൻ്റർനെറ്റ്. നമുക്കറിയാമല്ലോ, ന്യൂസ് പേപ്പർ, അതുപോലെ TV, റേഡിയോ, വ്യത്യസ്തമായിട്ടുള്ള മാഗസിനുകൾ, ജേർണലുകൾ, അതുപോലെ തന്നെ സിനിമകൾ, ഫിലിംസ്, ഇൻ്റർനെറ്റ്, ഇതിൽ നിന്നൊക്കെ ആളുകൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ മിക്കവാറും അതിനൊക്കെയാണ് ആശ്രയിക്കുന്നത്, ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് മാസ് മീഡിയയുടെ മറ്റൊരു റോൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ദുഷ്പ്രവണതകൾ, സോഷ്യൽ ഈവിൾസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സ്ത്രീധന സമ്പ്രദായം, അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് സോഷ്യൽ ഈവിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്തരം ഈവിൾസുകളൊക്കെ, സാമൂഹ്യ തിന്മകളൊക്കെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താൻ മാസ് മീഡിയക്ക് വളരെയധികം എന്ത് ചെയ്യാൻ പറ്റും? സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ്. ഇത്രയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ 5 ഘടകങ്ങളും, ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ 5 ഘടകങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പ്രധാന പോയിൻറ്റ്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നോട്ട്സ് തയ്യാറാക്കുക. ഇതോടുകൂടി നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ഓൺ എഡ്യൂക്കേഷൻ എന്നുള്ള പേപ്പറിലെ എനിക്ക് ചുമതലപ്പെട്ട പാഠഭാഗങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിലുണ്ട്, ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്, നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഈ നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നോട്ട്സ് തയ്യാറാക്കുക. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെങ്ങനെ ആൻസർ ചെയ്യുന്നുള്ളത് അപ് ടു ദ പോയിൻ്റ്, മെയിൻ പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ആൻസർ ചെയ്യുന്നുള്ളത് പരിശീലിക്കുക. അങ്ങനെ നന്നായിട്ട് എല്ലാവരും പഠിച്ച് നല്ല മാർക്ക് വാങ്ങി വിജയിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നോളൂ. താങ്ക് യു.